മികച്ച 10 ഫണ്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ശ്രേണിയിലെ 5ാമത്തെ ഫണ്ടും ഒരു മിഡ് ക്യാപ് കാറ്റഗറിയിൽപ്പെട്ട ഫണ്ടാണ്. ഒരു വ്യക്തിയുടെ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ റിസ്ക് ബാലൻസ് ചെയ്യുന്നതിനായി എല്ലാ കാറ്റഗറിയിലും പെടുന്ന ഫണ്ടുകൾ ഉണ്ടാവുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് 4 ഫണ്ടുകൾ കൈവശം വയ്ക്കുന്ന ഒരു വ്യക്തിക്ക് യഥാക്രമം ഒരു ലാർജ് ക്യാപ്, ഒരു മിഡ് ക്യാപ്, ഒരു ഫ്ലെക്സി ക്യാപ് അല്ലെങ്കിൽ ഒരു മൾട്ടി ക്യാപ് കൂടാതെ ഒരു സ്മോൾ ക്യാപ് ഫണ്ടിൽ കൂടി നിക്ഷേപിക്കുകയാണെങ്കിൽ റിസ്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. ഇത് പ്രായം കൂടുന്തോറും കുറച്ചുകൊണ്ട് ലാർജ് ക്യാപ് ഫണ്ടിൽ മാത്രം നിക്ഷേപം തുടരാവുന്നതാണ്. കാരണം ഓരോ വ്യക്തിയുടെയും പ്രായത്തിനനുബന്ധമായാണ് പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരണവും. വരും വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം. ഇനി നമുക്ക് കഴിഞ്ഞ 5 വർഷമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മിഡ് ക്യാപ് ഫണ്ട് ഏതാണെന്ന് നോക്കാം. കൊഡാക് ഫണ്ട് ഹൗസിന് കീഴിലുള്ള കൊഡാക് എമർജിംഗ് ഇക്വിറ്റി ഫണ്ട് ആണിത്. ഈ ഫണ്ടിൻ്റെ നിലവിലെ AUM 36,528 കോടിയാണ്. എക്സ്പെൻസ് റേഷ്യോ 0.38%. മിഡ് ക്യാപ് കാറ്റഗറിയിൽപ്പെട്ട ഓപ്പൺ എൻഡഡ് സ്കീം ഫണ്ടാണിത്. എക്സിറ്റ് ലോഡ് 1%. വാല്യൂ റിസർച്ചിൻ്റെ 4 സ്റ്റാർ റേറ്റിംഗും ക്രിസിലിൻ്റെ 3 സ്റ്റാർ റേറ്റിംഗുമാണ് ഈ ഫണ്ടിനുള്ളത്. മിനിമം SIP ആയി 100 രൂപ മുതൽ നിക്ഷേപിക്കാവുന്നതാണ്. ഈ ഫണ്ടിൻ്റെ 67.26% മിഡ് ക്യാപ് കമ്പനികളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാനിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏകദേശം 32.16%, 3 വർഷത്തിൽ 27.7%, കഴിഞ്ഞ 5 വർഷത്തിൽ 23.54% റിട്ടേണാണ് ഈ ഫണ്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനേക്കാൾ ലാഭം കൊടുത്തിട്ടുള്ള ഫണ്ടുകൾ മാർക്കറ്റിൽ ലഭ്യമാണെങ്കിലും ഈ ഫണ്ടിൽ വൊളാറ്റിലിറ്റി അഥവാ അസ്ഥിരത കുറവായതിനാലാണ് ഈ ഫണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഫണ്ടിൽ 5 വർഷം മുൻപ് SIP ആയി മാസം 1000 രൂപ വെച്ച് 5 വർഷം കൊണ്ട് 60,000 രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ വാല്യൂ അനുസരിച്ച് ഏകദേശം 1,18,066 രൂപ ആയി കാണും. ലാഭമായി 5 വർഷം കൊണ്ട് 58,066 രൂപ ലഭിക്കും. നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർ സ്വയം വിലയിരുത്തിയ ശേഷം നിക്ഷേപത്തിന് മുതിരാവുന്നതാണ്. 10 മികച്ച ഫണ്ടുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഈ പരമ്പരയിൽ 3 ലാർജ് ക്യാപ്, 2 മിഡ് ക്യാപ്, 2 സ്മോൾ ക്യാപ്, ഒരു ഫ്ലെക്സി ക്യാപ്, ഒരു മിഡ് ക്യാപ് ആൻഡ് ലാർജ് ക്യാപ് എന്നിവ കൂടാതെ ഒരു ELSS അഥവാ ടാക്സ് സേവിംഗ് ഫണ്ടുമാണ് ഉണ്ടാവുക. ഫണ്ടുകളെക്കുറിച്ചും ഓഹരികളെക്കുറിച്ചും കൂടുതൽ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.